ബെൻഹർ 1959 അമേരിക്കയിൽ റിലീസ് ചെയ്ത റിലീജിയസ് എപ്പിക് ഫിലിം. സാങ്കേതിക മികവ് കൊണ്ടും നിർമ്മാണ ചെലവ് കൊണ്ടും നേടിയ 11 അക്കാഡമിക് അവാർഡുകൾ കൊണ്ടും റെക്കോർഡുകൾ സൃഷ്ടിച്ച സിനിമ. പക്ഷേ അതിനെല്ലാം പുറമെ കാലാതീതമായി ലോക സിനിമാ പ്രേമികൾക്ക് ഒരിക്കലും മറക്കാനാകാത്ത സിനിമാ അനുഭവം നൽകിയ ഒരു കലാസൃഷ്ടി കൂടിയാണിത്. കാരണം കഥ ആവശ്യപ്പെടുന്ന കാലഘട്ടത്തിലേക്ക്, മനുഷ്യബന്ധങ്ങളിലേക്ക്, കഥാസന്ദർഭങ്ങളിലേക്ക് സിനിമ നമ്മളെ അനായാസം നയിക്കുന്നതിനാൽ ചിത്രീകരണത്തിൻ്റെ സങ്കീർണതയോ സാങ്കേതിക ബുദ്ധിമുട്ടുകളെപ്പറ്റിയോ നമ്മൾ ചിന്തിക്കുന്നില്ല. പക്ഷേ ലോക സിനിമകൾക്ക് ഒരു ബെഞ്ച്മാർക്കായി ഇപ്പോഴും നിലകൊള്ളുന്ന ഈ സിനിമയെ ഒരു കലാസൃഷ്ടിയായി വിശകലനം ചെയ്യുമ്പോൾ മാത്രമാണ് ഇതെല്ലാം നമ്മൾ ഓർക്കുന്നത് പോലും. 1880 പ്രസിദ്ധീകരിക്കപ്പെട്ട ലൂ വാലസിൻ്റെ പുസ്തകമായിരുന്നു ബെൻഹർ എ ടെയിൽ ഓഫ് ദ ക്രൈസ്റ്റ്. 90കളിലെ ഏറ്റവും സ്വാധീനമുള്ള ക്രിസ്ത്യൻ ബുക്ക് എന്നറിയപ്പെട്ടിരുന്ന ഈ പുസ്തകം ആ കാലഘട്ടത്തിലെ ഒരു ബെസ്റ്റ് സെല്ലർ കൂടിയായിരുന്നു. ഈ പുസ്തകത്തെ ആസ്പദമാക്കി ഒരുപാട് നാടകങ്ങൾ ഇറങ്ങിയെങ്കിലും സിനിമ എന്ന മാധ്യമത്തിലൂടെ നോവലിനെ ആദ്യമായി അവതരിപ്പിച്ചത് 1907 സിഡ്നി ഓൾക്കോട്ട് സംവിധാനം ചെയ്ത 1907 ബെൻഹർ എന്ന ഈ സിനിമ ഒരു സൈലന്റ് ഷോർട്ട് ഫിലിമായിരുന്നു. 15 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഈ സിനിമയിൽ രഥയോട്ടത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. നോവലിസ്റ്റിൻ്റെ സമ്മതമില്ലാതെ നിർമ്മിച്ച സിനിമയായതുകൊണ്ട് തന്നെ കോപ്പിറൈറ്റ് പ്രശ്നങ്ങൾ അന്ന് നിലനിന്നിരുന്നു. പിന്നീട് നടന്ന വിചാരണയിൽ നോവലിസ്റ്റിനും ബുക്ക് പബ്ലിഷേഴ്സായ ഹാർപ്പർ ആൻഡ് ബ്രദേഴ്സിനും അനുകൂലമായി വിധി പ്രഖ്യാപിക്കുകയായിരുന്നു. 15 വർഷങ്ങൾക്കു ശേഷം കഥയിൽ ഏറെ മാറ്റങ്ങൾ വരുത്തി 1925 ചിത്രീകരിച്ച മറ്റൊരു സിനിമ ബെൻഹർ എ ടെയിൽ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന പേരിലാണ് റിലീസിനൊരുങ്ങിയത്. ഈ ചിത്രത്തിലെ രഥയോട്ട മത്സരം സെല്ലുലോയിഡ് ചരിത്രത്തിലെ തന്നെ ഇതിഹാസമായിരുന്നു. ഇംഗ്ലീഷ് ടൈറ്റിൽ കാർഡോട് കൂടി റിലീസ് ചെയ്ത ഈ നിശബ്ദ സിനിമ അന്നത്തെ ബോക്സ് ഓഫീസ് ഹിറ്റായിരുന്നു. നിശബ്ദ സിനിമകളുടെ കാലത്ത് ഇത്രയും വലിയൊരു നിർമ്മാണവും നേട്ടങ്ങളും ഒരു സിനിമയ്ക്ക് ലഭിക്കുന്നത് ആദ്യമായിരുന്നു. പിന്നീട് നീണ്ട 34 വർഷങ്ങൾ കഴിഞ്ഞാണ് ഈ നിശബ്ദ സിനിമയുടെ റീമേക്കായി 1959 ബെൻഹർ റിലീസ് ചെയ്യുന്നത്. 1952 സിനിമ റീമേക്ക് ചെയ്യാൻ തീരുമാനിച്ചെങ്കിലും നീണ്ട കാത്തിരിപ്പിനൊടുവിൽ 1958 ചിത്രീകരണം ആരംഭിച്ചത്. 50കളുടെ അവസാനത്തോടെ ടെലിവിഷൻ രംഗത്ത് വന്ന ഉയർച്ചയും സിനിമാ സ്റ്റുഡിയോകളെ തിയേറ്റർ ശൃംഖലയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നിർബന്ധിതരാക്കിയ 48 നിയമങ്ങളും അന്നത്തെ സ്റ്റുഡിയോകളെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലേക്ക് തള്ളിവിട്ടു. ഇത് മറികടക്കാനായി MGM സ്റ്റുഡിയോ തങ്ങളുടെ തിരിച്ചുവരവിൻ്റെ സിനിമയായി ബെൻഹറിനെ പ്രഖ്യാപിച്ചു. അക്കാലത്ത് വൻ വിജയം നേടിയ ബെൻഹറിനോട് ഏറെ സാമ്യമുള്ള ദ 10 കമാൻഡ്മെൻറ്റ്സ് എന്ന സിനിമയുടെ വിജയത്തിൽ പ്രചോദനം ഉൾക്കൊണ്ടായിരുന്നു. നിശബ്ദ സിനിമകൾ ഉൾപ്പെടെ പല വിഭാഗങ്ങളിലുള്ള സിനിമകൾക്കും സംവിധായകനായി പ്രവർത്തിച്ച വില്യം വെയ്ലറുടെ ഈ സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കിയത് കാൾ ടെൻബർഗ് ആണ്. ബെസ്റ്റ് അഡാപ്റ്റഡ് സ്ക്രീൻ പ്ലേക്ക് അക്കാഡമി അവാർഡ് ലഭിച്ച ഈ തിരക്കഥയ്ക്ക് പിന്നിൽ കാൾ ടെൻബർഗ് കൂടാതെ മാക്സ്വെൽ ആൻഡർസൺ, SN ബർമൻ, ഗോർ വിഡൽ, ക്രിസ്റ്റഫർ ഫ്രൈ എന്നീ പ്രശസ്തരുടെയും കയ്യൊപ്പുണ്ട്. വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്ത ഈ സ്ക്രിപ്റ്റിന് ഏകദേശം 230ഓളം പേജുകളുണ്ടായിരുന്നു. 1925 നിശബ്ദ ചിത്രത്തേക്കാൾ നോവലിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു 59 തിരക്കഥ. സിനിമയെ കൂടുതൽ നാടകീയമാക്കാനും പ്രേക്ഷകർക്ക് താൽപ്പര്യം വർദ്ധിക്കുന്നതിനായും നോവലിലെ ചില കഥാപാത്രങ്ങളുടെ വേഷം വളരെയധികം വിപുലീകരിച്ചിരുന്നു. നോവലിലെ എഴുത്തുകാരൻ്റെ ക്രിസ്തീയ മേന്മയുടെ വീക്ഷണത്തിനു പകരം 50കളിൽ അമേരിക്കയിൽ നിലനിന്നിരുന്ന വിശ്വാസമാറ്റത്തിൻ്റെ അലയാണ് തിരക്കഥയിൽ ചേർത്തിരിക്കുന്നത്. 1957 MGM സ്റ്റുഡിയോ കാസ്റ്റിംഗ് ആരംഭിച്ചത്. സിനിമയ്ക്കായി ഏകദേശം 5000 ആളുകളെ അന്ന് തിരഞ്ഞെടുത്തിരുന്നു. ഇതിനു പുറമെ സ്ക്രീനിൽ സംഭാഷണങ്ങളുള്ള 365 പേരെയും പ്രധാന പ്രകടനം നടത്താനുള്ള 45 പേരെയും അന്ന് തിരഞ്ഞെടുത്തു. സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയിരിക്കുന്നത് ചാർലറ്റ് ഹെസ്റ്റൺ, സ്റ്റീഫൻ ബോയ്ഡ്, ജാക്ക് ഹോക്കിൻസ്, ഹയ ഹരാരിത്ത്, ഹ്യൂ ഗ്രിഫിത്ത്, മാർത്ത സ്കോട്ട്, കാത്തി ഓഡനൽ, സാം ജാഫി എന്നിവരാണ്. AD 26 നൂറ്റാണ്ടിൽ നടക്കുന്ന കഥാസന്ദർഭങ്ങളായതിനാൽ തന്നെ പ്രേക്ഷകരെ അത്തരമൊരു കാലഘട്ടത്തിലേക്ക് നയിക്കുക എന്നത് പ്രയാസമേറിയ ഒരു കാര്യമാണ്. ഈ അവസരത്തിലാണ് നാം വസ്ത്രാലങ്കാരത്തിൻ്റെയും സിനിമാ സെറ്റുകളുടെയും
ഷൂട്ടിംഗ് ലൊക്കേഷനുകളുടെയും പ്രാധാന്യം മനസ്സിലാക്കേണ്ടത്. സിനിമാ ഷൂട്ടിങ്ങുകൾ തുടങ്ങുന്നതിന് ഒരു വർഷം മുൻപേ തയ്യാറെടുപ്പുകൾ ആരംഭിച്ച വസ്ത്രാലങ്കാര യൂണിറ്റിന്റെ മേൽനോട്ടം വഹിച്ചത് എലിസബത്ത് ഹാഫൻഡൻ ആയിരുന്നു. ഈ യൂണിറ്റിന്റെ കീഴിൽ 100 വസ്ത്രനിർമ്മാതാക്കൾ ഉൾപ്പെടുന്ന ഒരു സംഘവും സെറ്റുകളിലെ ചുവരുകളിലെ കൊത്തുപണിക്കും ശില്പനിർമ്മാണത്തിനുമായി 200 കലാകാരന്മാരും തൊഴിലാളികളും ഉൾപ്പെടുന്ന മറ്റൊരു സംഘവും ഉണ്ടായിരുന്നു. ബഡ്ജറ്റ് പ്രകാരം 1,00,000-ലധികം വസ്ത്രങ്ങളാണ് ഈ സിനിമയ്ക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്നത്. അതിനായി തായ്ലാൻഡ്, ജർമ്മനി, ബ്രിട്ടൻ, ദക്ഷിണ അമേരിക്ക, ഫ്രാൻസ് എന്നിവിടങ്ങളിൽ നിന്നും അവശ്യ സാധനങ്ങൾ ഇറക്കുമതി ചെയ്തു. ബ്രിട്ടനിൽ നിന്ന് ഇറക്കുമതി ചെയ്ത തുകലുകൾ ചെരുപ്പുകളും ബൂട്ടുകളുമാക്കിയത് ഇറ്റലിയിലെ ഷൂമേക്കേഴ്സ് ആണ്. കഥാപാത്രങ്ങൾക്ക് യോജിക്കുന്ന ആഭരണങ്ങൾ സ്വിറ്റ്സർലാൻഡിൽ നിന്നും കഥാപാത്രങ്ങളുടെ ട്രാൻസ്ഫോർമേഷന് സഹായകമായ വിഗുകളുടെയും താടികളുടെയും നിർമ്മാണത്തിന് വേണ്ട 180 കിലോഗ്രാം ഭാരം വരുന്ന മുടി ഇറ്റലിയിലെ പീഡ്മോണ്ട് മേഖലയിലെ സ്ത്രീകളാണ് സംഭാവന ചെയ്തത്. സിനിമയുടെ ലൊക്കേഷനായി തിരഞ്ഞെടുത്തത് റോമിൽ നിന്ന് 64 കിലോമീറ്റർ അകലെയുള്ള അർസിനാസോ റൊമാനോ എന്ന ഗ്രാമവും ആന്റിയോയ്ക്ക് സമീപമുള്ള കടൽത്തീരവും നഗരത്തിന് തെക്കുഭാഗത്തുള്ള ഗുഹകളും അരിസോണയിലെ മരുഭൂമികളുമായിരുന്നു. 145 ഏക്കറിൽ പടർന്നു കിടക്കുന്ന 300 സെറ്റുകളും 9 സൗണ്ട് സ്റ്റേജുകളും അടങ്ങിയതായിരുന്നു ബെൻഹറിൻ്റെ ഷൂട്ടിംഗ് സെറ്റുകൾ. ഏകദേശം 4,50,000 കിലോഗ്രാം പ്ലാസ്റ്ററും 1,100 മീറ്റർ ക്യൂബ് തടിയും ഉപയോഗിച്ചായിരുന്നു ഈ സെറ്റുകളെല്ലാം നിർമ്മിച്ചെടുത്തത്. സിനിമയുടെ ചിത്രീകരണത്തിനു വേണ്ടി ഏകദേശം 200 ഒട്ടകങ്ങളെയും 2,500 കുതിരകളെയും MGM സ്റ്റുഡിയോ വിലയ്ക്ക് വാങ്ങുകയായിരുന്നു. കൂടാതെ പ്രധാന രംഗങ്ങളിലൊന്നായ കപ്പൽ യുദ്ധത്തിനു വേണ്ടി MGM സ്റ്റുഡിയോ കൃത്രിമ തടാകങ്ങളൊരുക്കി മിനിയേച്ചറുകൾ ഉപയോഗിച്ച് അവ ചിത്രീകരിക്കുകയും ചെയ്തു. കൃത്രിമ തിരമാലകൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ഉപകരണങ്ങളോടുകൂടിയ ഈ തടാകത്തിൻ്റെ ബാക്ക്ഡ്രോപ്പായി കാണിച്ചിരിക്കുന്നത് 61 മീറ്റർ വീതിയും 15 മീറ്റർ ഉയരവുമുള്ള ഒരു വമ്പൻ പെയിന്റിംഗ് ആണ്. കപ്പലിലെ ഈ രംഗത്തിനു വേണ്ടി അംഗവൈകല്യം ബാധിച്ചവരെ കാസ്റ്റിംഗിൽ ഉൾപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ മേക്കപ്പ് കൊണ്ട് വിശ്വസനീയമാക്കുകയും ചെയ്യുകയായിരുന്നു. 50കളിലെ പല എപ്പിക് സിനിമകൾക്കും ഛായാഗ്രഹണം നിർവഹിച്ച റോബർട്ട് എൽ സറ്റീസ് ആണ് ബെൻഹറിനും ഛായാഗ്രഹണം ഒരുക്കിയത്. ആദ്യം വൈഡ് സ്ക്രീനിൽ ചിത്രീകരിക്കാൻ തീരുമാനിച്ചെങ്കിലും പിന്നീട് സംവിധായകനായ വൈലറിൻ്റെ അഭിപ്രായം മാനിച്ച് വൈഡ് സ്ക്രീൻ ഒഴിവാക്കുകയായിരുന്നു ഈ സിനിമയിൽ. MGM ക്യാമറ 65 എന്ന പ്രോസസ്സിലൂടെ ചിത്രീകരിച്ച ഈ സിനിമയുടെ ക്യാമറയ്ക്കു വേണ്ടി 70 mm വരുന്ന $100,000 6 ലെൻസുകൾ റോമിൽ നിന്ന് വരുത്തുകയായിരുന്നു. ചിത്രീകരണത്തിന് ഇത്രയേറെ തയ്യാറെടുപ്പുകൾ നടത്തിയ ബെൻഹറിൻ്റെ ബഡ്ജറ്റ് $15.2 മില്യൺ ആണ്. ഏകദേശം ഇന്നത്തെ 1,180.44 കോടി രൂപ. ഒരു നൂറ്റാണ്ടോളം റോമൻ്റെ ആധിപത്യത്തിലായിരുന്ന ജുദിയയിലെ ജനങ്ങളെയും പിന്നീട് റോമൻ ചക്രവർത്തിയായ അഗസ്റ്റ് സീസറിൻ്റെ ഉത്തരവനുസരിച്ച് തലസ്ഥാന നഗരിയായ ജെറുസലേമിലേക്ക് ചേക്കേറുന്ന ജനങ്ങളിലൂടെയുമാണ് സിനിമയുടെ കഥ ആരംഭിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ മനോഹരമായ ഒരു ദൃശ്യം സമ്മാനിച്ചുകൊണ്ട് കഥ മുന്നോട്ടു നീങ്ങുമ്പോൾ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളായ ജൂദ ബെൻഹറിനെയും മെസാലയെയും നമ്മൾ കണ്ടുമുട്ടുന്നു. ധനികരായ ഒരു കച്ചവട കുടുംബത്തിലെ രാജകുമാരനായ ബെൻഹറും ഫോർട്രസ് ആന്റോണിയയിലെ കമാൻഡറായ റോമൻ വംശജനായ മെസാലയും ബാല്യകാല സുഹൃത്തുക്കളാണ്. കുറേ വർഷങ്ങൾക്കു ശേഷം കണ്ടുമുട്ടുന്ന ഈ സുഹൃത്തുക്കളുടെ ജീവിതത്തിൽ വരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും അത് പിന്നീട് അവരുടെ ജീവിതത്തെ തന്നെ എങ്ങനെ മാറ്റിമറിക്കുന്നു എന്നു കാണിച്ചുകൊണ്ടാണ് കഥ പുരോഗമിക്കുന്നത്. ഈ സിനിമയിലെ നായക കഥാപാത്രമായ ബെൻഹറിനെ അവതരിപ്പിച്ചിരിക്കുന്നത് 1956 ദ 10 കമാൻഡ്മെൻറ്റ്സ് എന്ന സിനിമയിലെ നായിക വേഷത്തെ കൈയടക്കത്തോടെ അവതരിപ്പിച്ച ചാൾട്ടൺ ഹെസ്റ്റൺ ആണ്. കായികബലത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന, കച്ചവട തന്ത്രങ്ങൾ അറിയുന്ന, എന്നാൽ കരുണയും വിനയവും നിറഞ്ഞ സ്വഭാവഗുണങ്ങളുള്ള ജൂതവംശത്തിൽ പിറന്ന ഒരു കഥാപാത്രമാണ് ബെൻഹർ. തൻ്റെ ജനങ്ങളുടെ സമാധാനം ആഗ്രഹിക്കുന്ന ബെൻഹറിൻ്റെ ജീവിതം രാജകുമാരനിൽ നിന്നും വിപ്ലവം സൃഷ്ടിക്കുന്ന അടിമയിലേക്ക് എങ്ങനെ എത്തിയെന്നതാണ് സിനിമയിൽ കാണിക്കുന്നത്. സുഹൃത്തായ മെസാലയുമായി ഉണ്ടാകുന്ന വാക്കുതർക്കവും പിന്നീട് നടക്കുന്ന സംഭവ വിപുലമായ കഥാസന്ദർഭങ്ങളും ബെൻഹറിനെ തൻ്റെ കുടുംബത്തിൽ നിന്ന് വേർപിരിയാൻ നിർബന്ധിതനാക്കുന്നു. ഇതിന് കാരണമായ മെസാലയുടെ കഥാപാത്രത്തോട് തോന്നുന്ന പകയും ആ പകവീട്ടൽ തൻ്റെ ജീവിത ലക്ഷ്യമായി കാണുന്ന ബെൻഹറിനെയും വളരെ മനോഹരമായാണ് ഹെസ്റ്റൺ അവതരിപ്പിച്ചിരിക്കുന്നത്.
ഈ കഥാപാത്രം കടന്നു പോകുന്ന വ്യത്യസ്ത മാനസിക ശാരീരിക സംഘർഷങ്ങളെയും പ്രതികാരത്തെയും വളരെ കൃത്യമായും പ്രേക്ഷകരെ കണക്ട് ചെയ്യുന്ന രീതിയിലും അവതരിപ്പിച്ച ഹെസ്റ്റന്റെ ഈ പ്രകടനത്തിന് 1960 മികച്ച നടനുള്ള അക്കാഡമിക് അവാർഡിന് അർഹനാക്കി. നടനോളം പ്രാധാന്യമുള്ള പ്രതിനായകന്റെ വേഷം കൈകാര്യം ചെയ്തത് സ്റ്റീഫൻ ബോയ്ഡ് എന്ന സ്റ്റേജ് നെയിമിൽ അറിയപ്പെടുന്ന വില്യം മില്ലറാണ്. റോമൻ കാവൽ സൈന്യത്തെ നയിക്കുന്ന കമാൻഡോ ആയി തിരഞ്ഞെടുക്കപ്പെട്ട യുവാവായ മെസാലയുടെ ചുറുചുറുക്കും ആത്മാർത്ഥതയും രസകരമായി അവതരിപ്പിച്ച സ്റ്റീഫൻ ബോയ്ഡിന്റെ പ്രകടനം ശ്രദ്ധേയമാണ്. റോമൻ ചക്രവർത്തിയോടുള്ള തന്റെ അർപ്പണബോധവും ഒരു സൈന്യത്തെ നയിക്കുന്ന കമാൻഡോ ആണെന്ന അഹങ്കാരവും മെസാല എന്ന കഥാപാത്രത്തെ തന്റെ സുഹൃത്തായ ബെൻഹറിൽ നിന്നും വേർപിരിക്കുന്നു. സൈന്യത്തിൽ ഉയർന്ന സ്ഥാനങ്ങൾ കൈവരിക്കാനുള്ള ധൃതിയിൽ ഉറ്റ സുഹൃത്തിനെ കൈവെടിയുന്ന ഈ കഥാപാത്രത്തെ അതിൻ്റെ സത്ത ചോരാതെ ബോയ്ഡ് അവതരിപ്പിച്ചിരിക്കുന്നു. മികച്ച സഹനടനുള്ള അക്കാഡമിക് അവാർഡ് നേടിയ ബോയ്ഡിൻ്റെ കരിയറിലെ മികച്ച പ്രകടനങ്ങളിലൊന്നാണിത്. ഈ സിനിമയിൽ സ്ത്രീ കഥാപാത്രങ്ങളെ വളരെ മനോഹരമായാണ് തിരക്കഥാകൃത്ത് എഴുതിയിരിക്കുന്നത്. നോവലിൽ നിന്ന് വളരെ വ്യത്യസ്തമായി വിപുലീകരിക്കപ്പെട്ട ഒരു കഥാപാത്രമാണ് ഹയാ ഹരാരീത്ത് അവതരിപ്പിച്ച എസ്തർ. ബെൻഹറിൻ്റെ അടിമയായ കാര്യസ്ഥൻ്റെ മകളായ എസ്തർ ബെൻഹറിൻ്റെ പ്രണയിനി കൂടിയാണ്. ബെൻഹർ തൻ്റെ അടിമ ജീവിതത്തിനു ശേഷം ഈ കഥാപാത്രത്തോട് കൂടുതൽ അടുക്കുന്നതായും പിന്നീടങ്ങോട്ടുള്ള അദ്ദേഹത്തിൻ്റെ പല തീരുമാനങ്ങളിലും ഈ കഥാപാത്രത്തിൻ്റെ സ്വാധീനമുള്ളതായും നമുക്ക് കാണാം. പിന്നീട് നമ്മൾ സിനിമയിൽ കാണുന്ന വ്യത്യസ്തമായ പ്രധാനപ്പെട്ട 2 സ്ത്രീവേഷങ്ങളാണ് മാർത്ത സ്കോട്ടിൻ്റെ അമ്മ വേഷവും കാത്തി ഓഡണലിൻ്റെ സഹോദരീ വേഷവും. കഥയുടെ അവസാന ഭാഗങ്ങളിൽ കുഷ്ഠരോഗം ബാധിക്കുന്ന ഈ കഥാപാത്രങ്ങളെ വിശ്വസനീയമായ രീതിയിലാണ് അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. ഏകദേശം 212 മിനിറ്റുകളോളമുള്ള ഈ സിനിമയുടെ 16 മിനിറ്റ് രഥയോട്ട മത്സരവും അതിൻ്റെ തയ്യാറെടുപ്പുകളും മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. ബെൻഹർ സിനിമയുടെ സെക്കൻഡ് യൂണിറ്റ് ഡയറക്ടേഴ്സായി പ്രവർത്തിച്ച ആൻഡ്രൂ മാർട്ടനും യാക്കിമ കാനറ്റുമാണ് ഈ രഥയോട്ട മത്സരത്തെ ആധികാരികമായി ചിത്രീകരിച്ചിരിക്കുന്നത്. സിനിമയുടെ ആകർഷണീയ ഭാഗങ്ങളിലൊന്നായ ഈ രംഗത്തിന് മാത്രം ആരാധകരേറെയാണ്. ജെറുസലേമിലെ ചരിത്രപ്രസിദ്ധമായ സർക്കസിനെ അടിസ്ഥാനമാക്കി രൂപകൽപ്പന ചെയ്ത രഥയോട്ട മത്സരത്തിൻ്റെ സെറ്റ് ഏകദേശം 18 ഏക്കറോളമുണ്ട്. $10 ലക്ഷം ചെലവിട്ട് നിർമ്മിക്കപ്പെട്ട ഈ സെറ്റ് 1 വർഷത്തോളം എടുത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. രഥയോട്ട മത്സരത്തിനു മാത്രമായി ഏകദേശം 78 കുതിരകളെ യൂഗോസ്ലാവിയയിൽ നിന്ന് വാങ്ങുകയും അവയെ രഥയോട്ടം പരിശീലിപ്പിക്കാൻ പ്രത്യേകം ആളുകളെ നിയമിക്കുകയും ചെയ്തിരുന്നു. കുതിരകളുടെ സംരക്ഷണം ഉറപ്പാക്കാൻ വേണ്ടി ഒരു വെറ്റിനറി ഡോക്ടർ കൂടി സംഘത്തിലുണ്ടായിരുന്നു. ഈ രഥയോട്ട മത്സരം കുറ്റമറ്റതാക്കാൻ ഹെസ്റ്റണും ബോയ്ഡും രഥയോട്ടം പഠിക്കേണ്ടി വന്നു. ദിവസേന 3 മണിക്കൂർ പരിശീലനം നടത്തിയാണ് നമ്മൾ കാണുന്ന മനോഹരമായ രഥയോട്ട മത്സരങ്ങൾ അവർ ചെയ്തിരിക്കുന്നത്. ഏകദേശം 3 മാസത്തോളം നീണ്ടുനിന്ന ഈ രഥയോട്ടത്തിൻ്റെ ചിത്രീകരണത്തിനായി 7000 ആളുകൾ വേണ്ടി വന്നിരുന്നു. മത്സരത്തിനിടെ യഥാർത്ഥത്തിൽ സംഭവിച്ച ഒരപകടത്തിൽ സ്റ്റണ്ട്മാനായി പ്രവർത്തിച്ച മാൻ ജോ കാനറ്റിന് പരിക്കേൽക്കുകയും പിന്നീട് ഇതിൻ്റെ ഫുട്ടേജുകൾ രഥയോട്ടത്തിൽ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. സിനിമയിലെ പ്രധാനപ്പെട്ട രംഗങ്ങളിൽ ഏറെ ദൈവികമായി തോന്നിയ രംഗങ്ങളാണ് യേശുവിൻ്റേത്. പെയിൻറ്റിങ്ങുകളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഈ ദൃശ്യങ്ങൾ യേശുവിൻ്റെ മുഖം കാണിക്കാതെ അദ്ദേഹത്തിൻ്റെ ഓറയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. 1907, 1925 എന്നീ വർഷങ്ങളിൽ ഇറങ്ങിയ സിനിമയ്ക്കും 1959 ഇറങ്ങിയ ഈ സിനിമയ്ക്കും ശേഷം 2003 ഒരു ആനിമേറ്റഡ് ഫിലിമും 2010 ഒരു മിനി സീരീസും 2016 മറ്റൊരു സിനിമയും ബെൻഹറിനെ ആസ്പദമാക്കി ഇറങ്ങിയിരുന്നു. 2003 ഇറങ്ങിയ അനിമേറ്റഡ് ചിത്രം കുട്ടികളെ ലക്ഷ്യമാക്കി നിർമ്മിച്ചതായിരുന്നു. പ്രധാന കഥാപാത്രമായ ബെൻഹറിന് ചാൾട്ടൺ ഹെസ്റ്റൺ ശബ്ദം നൽകിക്കൊണ്ട് നിർമ്മിച്ച ഈ സിനിമ ലളിതമായ രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. 2010 ഇറങ്ങിയ ടെലിവിഷൻ മിനി സീരീസായി അവതരിപ്പിച്ച ബെൻഹർ സംവിധാനം ചെയ്തിരിക്കുന്നത് സ്റ്റീവ് ഷില്ലാണ്. ഈ മിനി സീരീസ് ബെൻഹർ എന്ന കഥാപാത്രത്തിൻ്റെ രാഷ്ട്രീയവും വ്യക്തിഗതവുമായ പശ്ചാത്തലത്തിലൂന്നിയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്.
വൻ സൈനിക സംഘർഷങ്ങൾക്ക് പുറമെ കഥാപാത്രങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച ഈ മിനി സീരീസിൽ ജോസഫ് മോർഗനാണ് ബെൻഹറിൻ്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. 2016 റിലീസിനെത്തിയ ബെൻഹർ സംവിധാനം ചെയ്തത് റഷ്യൻ സിനിമാ സംവിധായകനായ തിമൂർ ബെക്മാംബെറ്റോവാണ്. 1880 വാലസിൻ്റെ നോവലിൻ്റെ ഒരു പുതിയ അവതരണമായ ഈ സിനിമയിൽ ബെൻഹറായി വേഷമിട്ടിരിക്കുന്നത് ജാക്ക് ഹെസ്റ്റൺ ആണ്. മോർഗൻ ഫ്രീമാൻ, ടോബി കിബൽ, നസ്രീൻ പെട്രി, റോഡ്രിഗോ സാൻഡ്രോ എന്നിവരും ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. 59 ബെൻഹറിൻ്റെ വിജയത്തിൻ്റെ ആവർത്തനമുണ്ടാക്കാനുള്ള പരിശ്രമമായിരുന്നുവെങ്കിലും പ്രേക്ഷകർക്ക് കൂടുതൽ കൃത്രിമത്വമാണ് സിനിമയിൽ തോന്നിയത്. 59 കഥയിൽ നിന്ന് വ്യത്യസ്തമായി മെസാലയുടെയും ബെൻഹറിൻ്റെയും സൗഹൃദത്തെ കുറേക്കൂടി ആഴത്തിൽ ഈ സിനിമയിൽ ചിത്രീകരിക്കുന്നുണ്ട്. കൂടാതെ ബെൻഹറിൻ്റെ പിതാവിൻ്റെ ദത്തുപുത്രനായാണ് മെസാല എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഇത്തരം മാറ്റങ്ങൾ കഥാപാത്രങ്ങളുടെ ബന്ധത്തിൻ്റെ ആഴത്തെ ചിത്രീകരിക്കാൻ സഹായിച്ചെങ്കിലും പ്രേക്ഷകരിൽ നിന്ന് നല്ലൊരു പ്രതികരണമല്ല ഇതിന് ലഭിച്ചത്. പുതിയ പതിപ്പിൽ CGI ഉപയോഗിച്ച് രഥയോട്ട മത്സരങ്ങളെ കൂടുതൽ ആകർഷകമാക്കാൻ ശ്രമിച്ചെങ്കിലും 59 ബെൻഹറിൻ്റെ രഥയോട്ടത്തിന് പകരമാവാൻ ഈ രംഗത്തിന് ഒരിക്കലും സാധിച്ചില്ല. വസ്ത്രാലങ്കാരത്തിലെ പാകപ്പിഴവുകളും സംഭാഷണങ്ങളിലെ ഉചിതമില്ലായ്മയും ഈ സിനിമയെ ഒരു നെഗറ്റീവ് റിവ്യൂവിലേക്കാണ് നയിച്ചത്. നിർമ്മാണത്തിനായി വമ്പൻ ബഡ്ജറ്റ് ഉപയോഗിച്ചെങ്കിലും വാണിജ്യപരമായും വിമർശനാത്മകപരമായും ഈ സിനിമയ്ക്ക് വിജയിക്കാൻ സാധിച്ചില്ല. ബെൻഹർ എന്ന നോവലിനെ അടിസ്ഥാനമാക്കി ചിത്രീകരിച്ച ഈ 6 കലാസൃഷ്ടികളിൽ ജനപ്രീതി നേടിയതും മാസ്റ്റർ പീസായി ഇന്നും നിലനിൽക്കുന്നതും 1959 വില്യം വെയ്ലറുടെ ബെൻഹറാണ്. ഒരു കൂട്ടം കലാകാരന്മാരുടെ സിനിമയോടുള്ള അഭിനിവേശത്തിൻ്റെ ഉൽപ്പന്നമാണ് ഈ സിനിമ. 2016 വമ്പൻ സാങ്കേതിക വിദ്യകളുടെ കാലത്തിറങ്ങിയ ബെൻഹറിന് പോലും 57 വർഷങ്ങൾക്ക് മുൻപിറങ്ങിയ ഈ സിനിമയോട് താരതമ്യപ്പെടുത്താനുള്ള ഗുണങ്ങളോ മാറ്റങ്ങളോ ഉണ്ടായിട്ടില്ല. ബെസ്റ്റ് പിക്ചർ, ബെസ്റ്റ് ഡയറക്ടർ, ബെസ്റ്റ് ആക്ടർ ഇൻ ലീഡിംഗ് റോൾ എന്നീ 11 മേഖലകളിൽ അക്കാഡമിക് അവാർഡുകൾ നേടിയെടുത്ത ആദ്യ സിനിമ കൂടിയാണിത്. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്നത് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏതു കാലഘട്ടത്തിലെയും സിനിമാ പ്രേമികളെ ഒരുപോലെ വിസ്മയിപ്പിക്കുന്ന മഹത്തായ കലാസൃഷ്ടിയാണിത്.